ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മാസത്തോളമായിട്ടുണ്ടാവും നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഫുഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ ഷെഫ്, എൻ്റെ റൂംമേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കെറ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ പിന്നിലിരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂടെയുള്ള വേറൊരാളും കൂടെ വീഡിയോയ്ക്ക് പോസ്റ്റൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവോള വഴണ്ട് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് ഒന്ന് എടുത്തിട്ടിപ്പം ഏകദേശം കുറച്ച് നാളുകളായി. പക്ഷേ സത്യം പറഞ്ഞാൽ നഴ്സിംഗ് പഠിത്തവും കാര്യങ്ങളും അതിനിടയ്ക്ക് കുറേ കെയർ പ്ലാൻസും ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം കൂടി ആയി പോകുന്നതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് സമയം കിട്ടുന്നില്ല. അതാണ് നമ്മളിപ്പോൾ കുറേ നാളായിപ്പോൾ വീഡിയോ ഒക്കെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3 മാസത്തോളമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നങ്ങനെ വെറുതെ ഇരുന്ന സമയം കിട്ടിയപ്പോൾ നമ്മൾ ആ വീഡിയോ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും അതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മസാല കൂട്ടിയിട്ട് കൊടുക്കണം. ഞാനതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതേപോലെ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ന്യൂഡിൽസൊക്കെ ചെയ്തെടുക്കത്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തി വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് ഒരുമാതിരി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആശ്വാസം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റൂമിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പച്ച പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുക നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ആവി കയറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇപ്പോൾ റെഡിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓൾറെഡി നമ്മുടെ ചപ്പാത്തി വെന്തിരിക്കുന്നതാണല്ലോ. പിന്നെ നമ്മുടെ വെജിറ്റബിൾസും കൂടി ഒന്ന് കുക്കായി വന്നാൽ പിന്നെ സാധനം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ ഇതിലേക്ക് ഇളക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ 2-3 താവിയൊക്കെ വെച്ച് ഇളക്കിക്കൂട്ടി തട്ടിക്കൂട്ടി എന്തായാലും നമ്മുടെ സാധനം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നാലും ഹോസ്റ്റലിൽ എല്ലാവരോടും ഫ്രണ്ട്സ് എല്ലാവരോടും ഇങ്ങനെ വട്ടം കൂട്ടിരുന്ന് കഴിക്കാൻ അടിപൊളി ഒരു വൈബും കൂടിയല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മാക്സിമം കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുന്നതൊന്നും പറയുന്നൊന്നുമില്ല, എന്നാലും മാക്സിമം വീഡിയോ ഇടാൻ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഡ്യൂട്ടിയുടെയും ക്ലാസ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി മുതൽ മാക്സിമം നമ്മുടെ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റയിലും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.